ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം 2024 എന്ന ഈ വർഷം ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരായിരം പുതുവത്സരാശംസകൾ. ഇന്നല്ല കുറേ ദിവസങ്ങൾ ഞാനിപ്പോൾ വീഡിയോ ഇടാറില്ല. പിന്നെ ഒന്നോ രണ്ടോ വീഡിയോ ഇടും, പിന്നെയും കുറേ ദിവസം ബ്രേക്ക് എടുക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ന്യൂ ഇയറിലൊക്കെ പുതിയ പുതിയ പ്ലാനിങ് ഒക്കെ കൊണ്ടുവരും. അതുകൊണ്ട് ഞാനും വിചാരിക്കുന്നു പറ്റുമെങ്കിൽ മാക്സിമം എല്ലാ ദിവസവും ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പിന്നീട് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ മുന്നോട്ടേക്ക് വരുമ്പം എന്നെക്കൊണ്ട് വീഡിയോ എടുക്കാനെന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവത്തില്ല. ഏട്ടൻ പറയും, കുഴപ്പമില്ല, പനിയല്ലേ, നീ അതും ഒരു കണ്ടൻറ്റാക്കി ഇടാൻ പറയും. പക്ഷേ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ആ സമയത്ത് എനിക്ക് അതിനൊന്നും ഉള്ളൊരു മൈൻഡ് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് അവൾക്കുള്ള ഹോസ്പിറ്റൽ കേസാണ് എന്നും ഇവിടെ. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തത്. എന്തായാലും ഇന്ന് വീഡിയോ എടുത്താലേ എനിക്ക് അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ 31-നാണ്. അങ്ങനെ തലേന്ന് ഷൂട്ട് ചെയ്ത് വെച്ചാലേ പിറ്റേന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾ രാവിലെ കടക്കിലോട്ട് പോവാണ്. എനിക്ക് എൻ്റെ പല്ലിൻ്റെ ക്ലിപ്പ് ഒന്ന് ടൈറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അമ്മയും കൂടെ വരുന്നെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് വീടൊക്കെ ഒന്ന് തൂത്തൊക്കെ ഇടണം. കുറച്ച് ദിവസമായി അങ്ങോട്ട് പോയിട്ട്. അങ്ങനെ ഞാൻ വിചാരിച്ച് എങ്കിൽ പിന്നെ ഞാൻ മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ ടൂ വീലറിലേ പോകാറുള്ളൂ. ഇതിപ്പം അമ്മയുണ്ട്, പൊന്നൂട്ടിക്ക് ഇന്ന് ട്യൂഷനില്ല. അതുകൊണ്ട് പൊന്നൂട്ടിയുണ്ട്, സ്കൂളൊന്നും ഇല്ലല്ലോ, പൊന്നൂട്ടിയുണ്ട്. അതുകൊണ്ട് വണ്ടി എടുത്ത് പോയതാണ്. 11:30-ക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. 11:30-ക്ക് തന്നെ ഞാനവിടെ എത്തി. 10:30 തൊട്ട് 12 മണി വരെ ഡോക്ടറുണ്ട്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞ് 11:30-ഒക്കെ കഴിഞ്ഞിട്ട് നീ വന്നാൽ മതി, അവിടെ നിന്നല്ലേ വരുന്നത്, അപ്പോൾ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല, എല്ലാവരും വന്നിട്ടൊക്കെ പോകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ 11:30-ക്ക് മുന്നേ എത്തി. 11:15-ഒക്കെ ആയപ്പം നമ്മളിവിടെ എത്തി. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ലക്ഷ്മി അറിയാലോ, ലക്ഷ്മി 8, 9, 10 എൻ്റെ ഫ്രണ്ടാണ്. ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അവൾ പിന്നീട് പഠിച്ച് ഡോക്ടറൊക്കെ ആയി. ഞാനിവിടെ ഇങ്ങനെ തേരാപ്പാരാ നടക്കുന്നു. പൊന്നൂട്ടിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പൊന്നൂട്ടി ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് എനിക്ക് വലിയ ആറ്റിറ്റ്യൂഡായിട്ടൊന്നും തോന്നുന്നില്ല. പൊന്നൂട്ടിയുടെ ഫേവററ്റ് സോങ്ങാണ് ഇത്. ഇപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നമ്മുടെ റീൽസ് തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെയുള്ളൂ. കല്യാണി ആ സോങ് നമ്മൾ കറക്റ്റ് അവിടെ ചെന്നപ്പം ആ പാട്ട് തന്നെ ഇട്ടേക്കുമായിരുന്നു. പൊന്നൂട്ടി പറയുകയും ചെയ്ത്, കണ്ടോ എനിക്കിഷ്ടമുള്ള പാട്ടാണ് ഇവിടെ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കേട്ടോളാൻ പറഞ്ഞു. 24 മണിക്കൂറും ഫോണിൽ ഈ പാട്ട് കേൾക്കുവാണ്. ഞാൻ വേറെ ഏതെങ്കിലും പാട്ടിട്ടാലും പറയും, അമ്മ ഇത് മതി, ഇത് മതി, കല്യാണി ഇടമ്മ, കല്യാണി ഇടമ്മ എന്ന് പറയും. ഞാൻ പറയും, എടി കല്യാണി ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും കേട്ടാൽ പോരെ, 24 മണിക്കൂറും കല്യാണിയും കേട്ടോണ്ടിരിക്കണം. കല്യാണി ഇട്, കല്യാണി ഇടെന്ന് പറയും. പാട്ട് സംഭവം അടിപൊളിയാണ്. പക്ഷെ ഇപ്പം കേട്ട് കേട്ട് ഞാൻ മടുത്തുപോയി. പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്ക് റബ്ബർ ബാൻഡ് തന്നു പല്ലിലിടാൻ. എൻ്റെ പല്ലിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ അത് ലെവൽ ചെയ്യാനായിട്ട് 2 സൈഡിലും ഓരോ റബ്ബർ ബാൻഡ് വലിച്ചിടാനായിട്ട് തന്നിട്ടുണ്ട്. അതിടുമ്പോൾ ഭയങ്കര ഒരു വേദനയല്ല, പല്ലിലൊരു തരിപ്പ് കണക്കൊരു ഫീലുണ്ട്. കഴിഞ്ഞ മാസം റബ്ബർ ബാൻഡ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രോപ്പറായിട്ട് ഇട്ടിട്ടില്ല. ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഇന്നും തരില്ലായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്ന് അവിടെ ടി വിയൊക്കെ ഇട്ടിട്ട് കുറേ നാളായില്ലേ, നമ്മളെപ്പോഴും വന്നാലും ടി വിയൊക്കെ ഓണാക്കിയിടും. ടി വി ഇട്ടപ്പോഴേ വാർത്ത ഫുള്ളടി. വാർത്തയിൽ അടിയല്ലേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. ഞാൻ പൊന്നൂട്ടിയുടെ അടുത്ത് പറഞ്ഞ് അമ്മയും അമ്മൂമ്മയും ചോറ് കൊണ്ടുപോകും, പൊന്നൂട്ടി കൂടെ ഒരു കുഞ്ഞ് പൊതി വാഴയിലൊക്കെ വെട്ടി കുഞ്ഞ് പൊതിയും കൂടെ എടുത്ത് വെക്കട്ടാന്ന് ചോദിച്ചോ. പറഞ്ഞ് വേണ്ട, എനിക്ക് പൊതിയൊന്നും വേണ്ട, എനിക്ക് അമ്മയുടെ കൂടെ മതി, എനിക്ക് അമ്മയ്ക്ക് എനിക്കൂടെ ഒറ്റ പൊതി മതി, അമ്മൂമ്മ വേണമെങ്കിൽ പോയി വേറെ തിന്നട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അങ്ങനെ ആക്കാമെന്ന് പറഞ്ഞ് നമ്മൾ 2 പൊതി കൊണ്ടുവന്നു. കുറേ നാളായി കേട്ടോ ഇത് പൊതിച്ചോറൊക്കെ കഴിച്ചിട്ട്. ഏട്ടൻ ഉള്ളപ്പോൾ ഒരു ദിവസം ഏട്ടൻ പറഞ്ഞ് പൊതിച്ചോറ് കഴിക്കാൻ കൊതിയാവുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ അന്ന് എവിടെയോ ഉച്ചയ്ക്ക് ഏട്ടന് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു, കഴിച്ചില്ല. പിന്നെ വൈകിട്ടാണ് വന്നത്, അത് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോഴത്തേനും ഇവിടെ ആരോ വന്നപ്പോഴത്തേക്കിന് ഞാൻ ആ പൊതി എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ് ആ പൊതി കഴിക്കാനുള്ള ഭാഗ്യം ഏട്ടനില്ല, വേറെ ഒരാൾക്കായിരുന്നു ആ ഭാഗ്യമെന്ന് പറഞ്ഞു. ഇന്ന് മീനൊന്നും കിട്ടിയില്ല. ചമ്മന്തി, മുട്ട പൊരിച്ചത്, കോവയ്ക്ക മെഴുക്ക്, അച്ചാറ്, ബീറ്റ്റൂട്ട് തോരൻ, പിന്നെ മുളക് വെച്ചിട്ട് അമ്മയൊരു ചട്നി ഉണ്ടാകും. അതാണ് എൻ്റെ ഫേവററ്റ്. പക്ഷെ നല്ല എരിയാണ്, വറ്റൽ മുളക് വെച്ചിട്ട് നല്ല എരിയാണെങ്കിലും അടിപൊളിയാണ്. അതൊക്കെ കഴിച്ച് പൊന്നൂട്ടി അവിടെ തൈരൊക്കെ ഒഴിച്ച് കുഴച്ച് കുറച്ചൊക്കെ വാരി കഴിച്ചു. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, തൂക്കണം, മുറ്റം തൂക്കണം. ഇതിനാണ് അമ്മ വന്നത്. ഉണ്ണിക്കുട്ടൻ പോയിട്ട് ഒരു 10-12 ദിവസമേ ആയുള്ളൂ. അതിൻ്റെ പിറ്റേന്ന് നമ്മൾ ഇവിടുന്ന് പോയതാണ്. ഇത്രയും ദിവസത്തെ ചവറുണ്ട്. 4 ചുറ്റും റബ്ബറാണ്. നമുക്ക് അവിടെ വീട്ടിലാണെങ്കിൽ തൂക്കാനേ ഇല്ല. അവിടെ ഒരു സൈഡിൽ മാത്രം കുറച്ച് പ്ലാവ് നിൽപ്പുണ്ട്, അതിൻ്റെതുണ്ട്. പിന്നെ മുരിങ്ങയിലയുടെയൊക്കെ ഇലകൾ വീഴും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ 4 ചുറ്റും റബ്ബറും കാറ്റും ഉണ്ട്. നമ്മുടെ വെഞ്ഞാറമ്മൂട്ടിലുള്ളതിനേക്കാളും കാറ്റുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ രാവിലെ തൂത്താലും വൈകിട്ട് തന്നെ കാണും കുറേ. അങ്ങനത്തെ അവസ്ഥയാണ് ഇതിന്.
എപ്പോഴും കഴിയുമോ എന്തോ എൻ്റെ അമ്മേനെ നടുവൊടിയും. എനിക്കാണെങ്കിൽ മുറ്റം തൂക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ അമ്മ കിടന്ന് ഇത്രയും കിടന്ന് അമ്മ തൂക്കുമ്പം നമുക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കുറേയൊക്കെ പറ്റുന്നിടത്തോളം തൂക്കണം. തൂത്തൊക്കെ എല്ലാം തീയിട്ട് കളഞ്ഞിട്ടൊക്കെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് തന്നെ നമ്മൾ പോവും. എന്തായാലും ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ തീരത്തില്ല. വൈകിട്ടൊരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിലോട്ട് പോകണം. നാളെ ഇപ്പം ന്യൂ ഇയറൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും. അതിന് മുന്നേ അങ്ങ് പോകണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ച ഉടനെ തന്നെ നമ്മൾ മുറ്റം തൂക്കാമെന്നും പറഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ 4 ചുറ്റും റബ്ബർ നമ്മൾ വീട്ടിനോട് ചേർന്നല്ല നിൽക്കുന്നെങ്കിൽ പോലും കാറ്റടിച്ച് എല്ലാം 4 സൈഡിലെ റബ്ബർ വീഴുന്നത് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പൊന്നൂട്ടി അവിടെ ഇരുന്ന് ചോറ് കഴിക്കുകയാണേ. പൊന്നൂട്ടിക്ക് തൈര് വേണമെന്ന് പറഞ്ഞിട്ട് തൈര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തൈരും ചോറും ഇഷ്ടമല്ല. പണ്ടും ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല. തൈര് ഒഴിക്കുമ്പോൾ എനിക്ക് ഒരുമാതിരി തോന്നും. പൊന്നൂട്ടിക്ക് പക്ഷേ തൈര് വേണമെന്നും പറഞ്ഞ് തൈര് കൊണ്ടുവന്നിട്ട് അമ്മ കുറച്ചധികം എടുത്ത് വെക്കാൻ അമ്മയ്ക്ക് തോന്നി. അത് മൊത്തം കൂടെ എടുത്ത് ആ ഇലയ്ക്കകത്ത് ഒഴിച്ച് ദാണ്ട് അവിടെ ഇരുന്ന് കോരി കുടിക്കുന്നു ഇപ്പം. ഇലയിലൊഴിച്ച് കുഴച്ച് ചമ്മന്തി എല്ലാം കൂടെ ഒരു വൃത്തികെട്ട പരുവത്തിലാക്കി വെച്ചേക്കുന്നത്. അതിന് കഴിക്കത്തൊന്നുമില്ല. കുറച്ച് നേരം അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി വാരി കഴിച്ചിട്ട് ഇറങ്ങി വരും. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും വിശക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് വരും. വിശക്കുമ്പോൾ ചോദിക്കുന്ന സാധനം ഓറിയോ ബിസ്ക്കറ്റ്. ചോറോ അല്ലാണ്ടുള്ള സാധനങ്ങളോ ഒന്നും ചോദിക്കത്തില്ല. വിശക്കുമ്പോൾ അമ്മ എനിക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടോ അമ്മ എന്ന് ചോദിക്കും. അപ്പോഴേ നമുക്കറിയാം വയറ് വിശന്ന് അവളെ ഊപ്പാട് വരുവാണ്. ഓറിയോ ബിസ്ക്കറ്റാണ് ഇഷ്ടം. പക്ഷേ അതധികം വാങ്ങിച്ച് കൊടുക്കാറില്ല. അവൾക്ക് ചോക്ലേറ്റും കോക്കനട്ട് ഓയിലും അവൾക്ക് അലർജിയാണ്. അതുകൊണ്ട് ആൽമണ്ട് ഓയിലാണ് അവൾ തലയിൽ തേക്കുന്നതും നമുക്ക് ആഹാരം ഉണ്ടാക്കുന്നതും ആൽമണ്ട് ഓയിലാണ്. പിന്നെ ചില സാധനങ്ങൾ ഇതുപോലെ പൊതിയൊക്കെ കെട്ടി കൊണ്ടുവരുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ അവൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച സാധനങ്ങൾ കൊടുക്കാറുള്ളൂ. ഇവിടെ കാന്താരി ഉണ്ട് കേട്ടോ. കാന്താരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാന്താരി അമ്മ അച്ചാറൊക്കെ ഇടും. അങ്ങനെ അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, കാന്താരി പറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാന്താരി പറിച്ചുകൊണ്ട് നിന്നപ്പോൾ പൊന്നൂട്ടിക്ക് കാന്താരി പറിക്കണം. ഞാൻ പറഞ്ഞു ആ കൈയൊന്നും കണ്ണിലൊന്നും വെച്ച് തൂക്കരുത് എന്ന് പറഞ്ഞു. ഇല്ല ഞാൻ തൂക്കത്തില്ല, ഞാൻ പണ്ടും കാന്താരി പറിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കാന്താരി പറിക്കാനൊക്കെ അറിയാം എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് സാറ് കാന്താരി പറിക്കുവാണ്. നമ്മൾ ഓരോ സൈഡിൽ നിന്നും തൂത്ത് തീയിടാനൊക്കെ തുടങ്ങി. ഒരുവിധം ഫുള്ളൊന്നും പറ്റത്തില്ല, നമ്മുടെ ഊപ്പാട് വരും, ആ റോഡൊന്നും പറ്റത്തില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഒരു 5-5:30 മണിയായപ്പം 5:30 അല്ല 5 മണിയായപ്പോഴത്തേനും നമ്മൾ പോകാനായിട്ട് റെഡിയായി. ഇപ്പോഴേ പോയാൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എത്തും. തിരക്കില്ലെങ്കിൽ 6 മണിയൊക്കെ ആകുമ്പോൾ എത്തും. തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൂടെയൊക്കെ കഴിയും. പൊന്നൂട്ടിക്ക് ഡാൻസ് കളിക്കണം, എണ്ണപ്പനെ പോയി ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞ് നമുക്ക് പോകാമെന്നും പറഞ്ഞാണ് കൊണ്ടുവന്നത്. പക്ഷേ പോകാനൊന്നുള്ള സമയമില്ല. 1-2 ദിവസമൊക്കെ ഇവിടെ നിന്നാലേ എണ്ണപ്പനയിലൊക്കെ പോയി ഫോട്ടോ എടുക്കാനും മറ്റുമൊക്കെ പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് വന്ന് 1-2 മണിക്കൂർ നിൽക്കുന്നത് 100 ജോലിയും കാണും. അങ്ങനെയുള്ള സമയത്തൊന്നും എണ്ണപ്പനെ പോകാനോ ഫോട്ടോ എടുക്കാനൊന്നും പറ്റും. പിന്നെ ഞാൻ മാത്രമേ ഉള്ളെങ്കിൽ അതിനൊന്നും പോകാറുമില്ല. വൈകിട്ട് ഇങ്ങനെ വന്നതിന് ശേഷം സന്ധ്യ ആയപ്പോഴത്തേന് ജീതു ചേച്ചിയും അന്നൂസും തുമ്പിയും കൂടെ ഹാപ്പി ന്യൂ ഇയർ പറയാൻ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരുന്ന് കുറേ നേരം. അത് കഴിഞ്ഞ് നാളെ ന്യൂ ഇയർ ആണെന്നും പറഞ്ഞ് നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ഏട്ടൻ വിളിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, നിങ്ങൾക്കൊക്കെ അല്ലേ ന്യൂ ഇയർ, നമുക്കൊക്കെ എന്തൊരു ന്യൂ ഇയർ. സത്യമാണ്, ഒന്നുമില്ല. ലോകത്തുള്ളവരെല്ലാം വാട്സപ്പിലൊക്കെ എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടേക്കുന്നതാണ് അവിടെ ഇവിടെ. ഏട്ടനെ ഉണ്ണിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും ന്യൂ ഇയറൊക്കെ ആഘോഷിക്കാനായിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുമോ, ലുലുവിൻ്റെ അവിടെയൊക്കെ DJ പാർട്ടിയൊക്കെ ഉണ്ടെന്ന് തോന്നും, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തേനെ. പക്ഷേ ഇതിപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 3 പേരും കൂടെ എവിടെ പോകാനാണ്. ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും. ഇത് കാണിക്കാൻ പറ്റിയില്ല. ഒന്നല്ല 2 മരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ തലേന്നാണ് ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തത്. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. പുൽക്കൂടിൻ്റെ ലൈറ്റ് ഞാൻ എടുത്തു വെച്ചപ്പോൾ കത്തുന്നുണ്ടായിരുന്നു. പിന്നീട് അത് കത്തിയില്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വാങ്ങിക്കണ്ട, ഇനിയിപ്പം അടുത്ത വർഷം മേടിക്കാം എന്നും പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ് കേട്ടോ ഈ പുൽക്കൂടിൻ്റെ ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത്. മറ്റേത് കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് വാങ്ങിച്ചിട്ട് 2-3 വർഷമായി. അതിന് ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത വർഷം എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ പുൽക്കൂട്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ന്യൂ ഇയർ. അല്ല നമുക്ക് പ്രത്യേകിച്ച് ന്യൂ ഇയർ ഒന്നുമില്ല. ഒരു വർഷവും ഉണ്ടാവാറില്ല ന്യൂ ഇയറിന് ആഘോഷമൊന്നും ഉണ്ടാകാറില്ല. പ്ലാൻ ചെയ്തപ്പോഴൊന്നും നടന്നിട്ടുമില്ല. 9:30 മണിയായപ്പോഴത്തേനും നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലൊക്കെ പോയിട്ടൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കിടക്കാനായിട്ട് കയറി. പൊന്നൂട്ടി പറഞ്ഞ് ഞാൻ തലകുത്തി മറിയുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ തലകുത്തിയൊന്നും മറിയണ്ട. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ വിളിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. നമ്മുടെ ഈ ഒരു ന്യൂ ഇയർ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.